രണ്ട് ആമ്പിള്ളേരിൽ ഇളയ മോന് ഇച്ചിരി അനിതയല്ല, സത്യങ്ങൾ ജനങ്ങൾ അറിയണം. പെരേറിനെ കുറിച്ച് കാര്യമാണ് ചേട്ടാ ഒന്ന് കേറിയിരിക്കും. ഇത് എങ്ങോട്ടാ വരുന്നത്? അല്ല ഞാൻ എത്ര മീഡിയാസ്, എത്ര ചാനൽസ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. വേശ്യാശ്രീ എന്ന് വരെ വിളിക്കും. അത് വിളിക്കുന്നത് അവർ തന്തയും തള്ളയില്ലാത്ത കുറെ അമ്മമാരാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് ഫോൺ കൊടുത്ത് നിരത്ത് വീണ് കഴിഞ്ഞ് പൊട്ടിപ്പോയെന്ന് പൂക്കളും കാണിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ചെയ്യലെന്ന് അഭിലാഷേട്ടൻ കാല് പിടിച്ച് പറഞ്ഞു. ആ അഭിലാഷ് ഏട്ടൻ തന്നെ അല്ലേ കുട്ടികൾക്ക് എന്തിനാ ഫോൺ കൊടുക്കുന്നതിന് കുറച്ചു നേരത്തെ ചോദിച്ചു. ഉരുളരുത്. അഭിലാഷ്, സുനിമോൾ, സുചിത്ര ആൻഡ് സുനിത ചേച്ചി, വെൽക്കം ടു ഇൻഫ്രെയിം മീഡിയ. നിങ്ങളിപ്പോൾ റീൽസ് ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് മാത്രം കാണാനുള്ളൂ. നിങ്ങൾ എന്ത് പറയാ, എന്തുകൊണ്ടാണ് ഈ ഒരു ഇത് തന്നെ, ഈ ഒരു മേഖലയിലേക്ക് തന്നെ വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നേ? അതിനെ കുറിച്ച് പറഞ്ഞു വന്നോട്ടെ. നമ്മൾ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ഞങ്ങള് ചെയ്യുന്ന സുനിമോളും ഞാനുമാണ് ഒരു കണ്ടന്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ പറയുന്നത് ചിലവർ വിശ്വസിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ വരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ, ബിഗ് ബോസിൽ വരാനുള്ളൊരു ആഗ്രഹം. അപ്പൊ അത് വെച്ചപ്പോൾ നമ്മുടെ സുഹൃത്തും അലിൻ ജോസ് പെരേര, രേണു സുധീരുടെ വീട്ടില് ആ ഒരു സൂചിച്ചേണ്ട ഒരു മരണ ചടങ്ങിൽ പോയിട്ട് പുള്ളിയൊരു ഡാൻസ് പെർഫോമൻസ് നടത്തി. അപ്പൊ എല്ലാരും പറഞ്ഞു പെരേര അവിടെ കയറി ഗോൾ അടിച്ചു. അപ്പൊ എല്ലാം ചർച്ചാ വിഷയം ഇതാണ്, നീയും ബിഗ് ബോസിൽ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഞങ്ങളൊരു ചാനൽ, പേര് പറയുന്നില്ല, ആ ചാനലിൽ വന്നപ്പോൾ അവരോട് ചെറിയ ഐഡിയ പറഞ്ഞപ്പോൾ നമ്മൾ അല്ലേ അങ്ങനെ ചെയ്തു പോയി. പക്ഷെ 2-3 ദിവസത്തേക്ക് വീട്ടിൽ പോകാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ബിഗ് ബോസിന്റെ പേര് പറഞ്ഞാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ ബിഗ് ബോസിൽ ഇനിയും വരുമെന്ന് പ്രതീക്ഷയുണ്ട് കേട്ടോ. അല്ല, ഈ ബിഗ് ബോസ് ഇത് നമ്മൾ ചോദിക്കാനിരുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ സുനിമോളായാലും ലാലേട്ടനെ ലിപ് ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഈ ബിഗ് ബോസ് എന്ന ഷോ ആക്ച്വലി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കയറാൻ പറ്റും എന്നുള്ളൊരു ചിന്തയുണ്ടോ? ഇനി അഥവാ നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റി, നമ്മൾ അതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുറച്ച് പേരെ ഒരു 100 ദിവസം ഒരു വീട്ടിൽ ആക്കുന്നു, വേറെ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഇല്ല. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ ശരിക്കും ഓരോരുത്തരുടെ ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് പുറത്തേക്ക് കിട്ടണം. അതല്ലെങ്കിൽ നമുക്ക് അതിനുള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ സമൂഹത്തിനോട് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണം. അങ്ങനെയുള്ളത് എന്താണ് നിങ്ങൾക്കുള്ളത്? അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഫേമസ് ആയാൽ മതി, ഫെയിം മതി, എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറച്ചു നേരം പറയട്ടെ, തീർന്നില്ല. അപ്പൊ നമ്മൾ അതിനുശേഷം വന്ന ആളാണ് നമ്മുടെ സുനിത കൊല്ലം. സുനിത കൊല്ലം വരാനുള്ള സാഹചര്യം ചിലപ്പോൾ സിനിമകള് ഞങ്ങളൊരു കണ്ടന്റ് കൊടുക്കുന്ന കേസായിട്ട് വന്നപ്പോൾ സുനിത കൂടെ അതിലേക്ക് ആഡ് ചെയ്തു. പക്ഷെ പെട്ടെന്ന് പുള്ളിക്കാരി ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നു. സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ കുറെ ഇത് കണ്ട് പേടിച്ചു. കാരണം ഇവര് ചിന്തിച്ചില്ല പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരും, നെഗറ്റീവ് വരും എന്നുള്ളത് ചിന്തിച്ചില്ല. അപ്പൊ ആകെ ഒരു ഇതായി. കാരണം എന്താ വെച്ചാൽ വീട്ടിലൊക്കെ എന്ന് പറയാം മക്കളൊക്കെ ഇത് കണ്ടിട്ട് എന്തിനാണ് ഇങ്ങനത്തെ ചെയ്യുന്നത്. ചേച്ചി മുൻപ് ഇവരുടെ റീൽസ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ അത് കാണാതെ എങ്ങനെയാ ഇവര് മറ്റേ സിനിമയിൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നത് പറഞ്ഞാൽ വിളിച്ചത്. അപ്പൊ അത് ഒരു ദിവസം കൊണ്ട് വർക്ക് കഴിഞ്ഞു. അന്നേരം പിന്നെ പിറ്റേന്നൊരു വർക്കുണ്ട് വേറെ. അന്നേരം ഞാൻ പോരാൻ ഒരുങ്ങിയതാണ് വീട്ടിലോട്ട്. അന്നേരം ഈ പുള്ളിയും വേറെ ഒരു പുള്ളിയും കൂടെ പറഞ്ഞു, നമുക്കിവിടെ ഒരു അറിയുന്ന ഒരു കൂട്ടുകാരുണ്ട്, ഇന്ന് അവിടെ തങ്ങിയിട്ട് നാളെ അടുത്ത വർക്കിന് പോകാമെന്ന് പറഞ്ഞു. എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയിരുന്ന സമയത്താണ് പിറ്റേന്ന് രാവിലെ സുനിമോൾക്കൊരു കോള് വരുന്നത്. കോള് വന്നപ്പം സുനിമോളാണെന്ന് എനിക്ക് അന്നേരം അറിയത്തില്ല. എൻ്റെ കൂടെ ഒരു ദിവസവും കൂടെ ഉറങ്ങിയിട്ടും കൂടെ നിന്നിട്ടും മിണ്ടിയിട്ടും ഒന്നും സുനിമോളാണെന്നുള്ള ചേച്ചി ഈ സിനിമ ഫീൽഡിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? ഞങ്ങള് പല നമ്മളിപ്പം അല്ല, ഞാനതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നമ്മൾ സിനിമ ഫീൽഡിലൊക്കെ നിൽക്കുവാണെങ്കിൽ ഇപ്പൊ എല്ലാവരും TV കണ്ടിട്ടൊന്നും അല്ല വാർത്തകളും കാര്യങ്ങളൊക്കെ അറിയുന്നേ. അതെ, FB ഇൻസ്റ്റഗ്രാമും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കാണില്ലേ? കണ്ടില്ല.
കള്ളമല്ല പറയുന്നത്, സത്യസന്ധമായ കാര്യം പറയുന്നത്. എന്തോ വിശ്വസിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. കൂടെ നിന്ന് പറഞ്ഞേക്ക് മേഡം പറഞ്ഞേക്ക്, എന്റെ കൂടെ ആ നിമിഷം വരെ ഈ അഭിലാഷേട്ടൻ വിളിക്കുമ്പോഴും ആണ് ഞാൻ സുനിമോൾ എന്നുള്ള സുനിമോളെ വിളിക്കുമ്പം കേട്ടു. അന്നാ സുഖമാണ് സുനിമോള്. എന്നിട്ട് ഇല്ല വീഡിയോ ചെയ്തത് എനിക്ക് ഓർമ്മ വരുന്നില്ല. എൻ്റെ പേര് തന്നെ എത്ര പേർക്കുണ്ട്, എന്നെ പോലിരിക്കുന്നവർ എത്രയോ പേരുണ്ട്. ഞാൻ എവിടെ ചെന്നാലും പറയും നിന്നെ പോലെ അപ്പുറത്തെ വീട്ടിൽ അവരുണ്ട്, ഇവരുണ്ട്, എൻ്റെ മോളുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. എവിടെ ചെന്നാലും എന്നെ പോലെ ഒരാളുണ്ടെന്ന് പറയും. എന്നിട്ട് ഈ സിനിമകളാന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത് പോകുന്നില്ല, എൻ്റെ മനസ്സിലൊന്നും ഇല്ല. ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇവരുടെ അത് കണ്ടെങ്കിലല്ലേ നമ്മുടെ മറ്റൊന്ന് മനസ്സിൽ വരുവുള്ളൂ, ഇത് വീഡിയോ ചെയ്തവരാണല്ലോ എന്ന് വരുവുള്ളൂ. കണ്ടിട്ടില്ല, ആ നിമിഷം വരെ കണ്ടിട്ടില്ല. ഫോൺ ചെയ്തവൻ പറഞ്ഞു എന്താടേന്ന് ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് സോഷ്യൽ മീഡിയ വർക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ എന്തോടെ അത് ചാനലിൽ പോകുന്നതാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആരാ വിളിക്കുന്നത്? അതാ അഭിലാഷ് കോമഡി താരമാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അഭിലാഷ് പോകുന്നത് നമ്മൾ കണ്ടിട്ടേ ഇല്ല. എൻ്റെ ഉദ്ദേശം എന്താ പറയുക, ഇപ്പോഴും സജീവമായി നിൽക്കുന്ന അല്ലെങ്കിൽ ചാനലിലൊക്കെ കോമഡി പറയുന്ന ഒരു വ്യക്തിയായിരിക്കും, നമുക്കൊന്ന് കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളിയുടെ കൂടെ ചെല്ലുമ്പോൾ ഒരു അവസരം കിട്ടും എന്നൊക്കെ ഒരു ഉദ്ദേശത്തിൽ ഞാൻ പറഞ്ഞിടേ ഞാനും കൂടെ വരുന്നതേ. പിന്നെ അതുമല്ല ആ വീട്ടിൽ ബോയ് ഫ്രണ്ട്സാണ് ഉള്ളത്. അപ്പോൾ ഇവള് പോരുന്നത് ഞാൻ തനിച്ചേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ എന്തിനാ വെറുതെ ഇവിടെ ഇരിക്കുന്നത്, ഞാനും കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാനും കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എന്നെ കൊണ്ട് ചെയ്യിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് കാണാമല്ലോ എന്താന്ന്. എന്നിട്ട് ഈ വീഡിയോ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ വീഡിയോ ചെയ്യുന്ന എന്നിട്ട് ഫോൺ ചെയ്തപ്പം ശബ്ദം കേട്ട് ഇവളോട് പറഞ്ഞപ്പം സുനിമോളെ ഞാനും വരട്ടെ എന്ന് വെച്ചാൽ അന്നേരം ഞാൻ പേര് വിളിക്കുന്നത് കേട്ടോ, ഡേ ഞാനും കൂടി വരട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞ. അപ്പോൾ ഈ കൊച്ചു ചോദിച്ചു ഇവിടെ ഒരു വേറെ ഒരാളുണ്ട്, എൻ്റെ ശബ്ദം ഒച്ച കേട്ടിട്ട് ചോദിച്ചാൽ അത് ആരാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് ഇതിങ്ങനെ കൊല്ലക്കാരിയാ സുനിതയാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ജസ്റ്റ് ചോദിച്ചു ഞാനും കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചു, സംഭവം അറിയുന്നില്ല. അന്നേരം പറഞ്ഞ് ഇവളോട് അതിനവിടെ കൊണ്ടുപോരെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു ഒരുങ്ങ് സമയമായി, ഇപ്പൊ അവര് വരും, നമുക്ക് പോവാം. അതാണോ ഫസ്റ്റ് വീഡിയോ? അതാണ് ഫസ്റ്റ് വീഡിയോ. എടുത്തു പോകുന്ന അപ്പൊ ഞാനും സുനി കൂടി ഒരു കാര്യം പറഞ്ഞായിരുന്നു, നെഗറ്റീവ് കമന്റ് വരും ഇതിനകത്ത്. ഞങ്ങൾ പറഞ്ഞു, കാരണം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പച്ചത്തെറി വിളിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേശ്യാശ്രീ എന്ന് വരെ വിളിക്കും, വേശ്യാശ്രീ എന്ന് വരെ വിളിക്കും. അത് വിളിക്കുന്നത് അവർ തന്തയും തള്ളയില്ലാത്ത കുറെ അമ്മമാരാണ് വിളിക്കുന്നത്, മനസ്സിലായില്ലേ? ഫേക്ക് ഐ ഡി എന്ന് വിളിക്കും. കാരണം അവരുടെ തന്തയും തള്ളി അല്ലെങ്കിൽ അവരുടെ അമ്മയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് വേശ്യാവൃത്തി പരിപാടി. അതുകൊണ്ട് അവർ വിളിക്കും, മനസ്സിലായില്ലേ? കൂടെ ഇപ്പോൾ റീൽ ചെയ്തെന്ന് വെച്ചാൽ അവർ ആ തൊഴിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണോ? അല്ല, മനസ്സിലായി? എല്ലാവരും ഒരേ രീതി കാണുന്നത്. അപ്പം അതിന് താഴെ വന്ന് അവർക്കൊരു സുഖം കിട്ടും. കൂടെ ഉള്ള എല്ലാം വെടികളാന്ന് പറയുമ്പോൾ ഒരു സുഖം അവർക്ക് കിട്ടും. ചിലപ്പോൾ ഈ അമ്മ ചെയ്യണ പരിപാടിയായിരിക്കും ഇവർ വന്നിട്ട് ഇങ്ങനെ എഴുതി തീർന്നത്. ഞാൻ പറഞ്ഞൊക്കെ ഇവരൊക്കെ എന്നൊരു സാധാരണക്കാരാണ്. ഞാൻ പറഞ്ഞ ഏതാണ്ട് ഒരു ഇവരൊക്കെ സുനിത കൊല്ലം ആയിക്കോട്ടെ, ഇപ്പോൾ സുചിത്ര ആയിക്കോട്ടെ, ഒരു സാധാരണ ആൾക്കാരാണ്, മനസ്സിലായില്ലേ? ഇവർക്കെന്ന് വെച്ചാൽ അപ്പം ഒരു സങ്കടം വന്ന കരയും, ഒരു കോമഡി പറഞ്ഞാൽ ചിരിക്കും. ചില കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവരെയൊക്കെ കോമഡി അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസ് ഉണ്ട് ഞാൻ ചിരിച്ച് ചത്തണ്ടെന്ന് പറയും. അതിൽ ചിലവർ വന്നിട്ട് പച്ചത്തെറി എഴുതിയിട്ട് പോകുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും ആഗ്രഹങ്ങളുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, അല്ല സുനി, ഈ കമൻറ്റ് വന്ന കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കമൻറ്റ് കിട്ടും. ആ ചാനലുകാരൻ വരെ പറഞ്ഞു, ചേച്ചി ഇതിനകത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ തുറന്നു പറഞ്ഞു പച്ച തെറിയേക്കും. തെറി എന്ന് പറഞ്ഞാൽ പൊള്ളിച്ച തെറിയേക്കും. താല്പര്യം അപ്പോൾ അതൊന്നും വിഷയമല്ല, നോ പ്രോബ്ലം, ഓക്കെ ശരി എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എടുത്ത് കറക്കണത് ഇവിടെ എടുത്ത് കറക്കണ കണ്ടന്റ് ചെയ്തു, പൊക്കി പിടിച്ചിങ്ങനെ കറക്കണം. ഞാൻ ലാലേട്ടനായി പുള്ളിക്കാരി എന്റെ സുകന്യായിട്ട് താമരപ്പൂവിൽ എന്നുള്ള പാട്ട് പാടി. അപ്പൊ ഇത് കണ്ടപ്പോ എന്നെ ഒന്ന് കറക്കൂ, ആയിക്കോട്ടെ കറക്കാം. അല്ല അവര് ഓക്കെ നമ്മളെ. അപ്പൊ ഇത് കയർ സംഭവം വന്നു. അതിന്റെ പേരെന്നായിരുന്നു? പേര് കല്ല് പെൻസിൽ. പിന്നെ മാന്യമായിട്ട് ചെയ്തോണ്ട് വന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു കുപ്പിട്ട് കളി ഒരു പാട്ടിട്ടിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അത് ഉദ്ദേശിച്ചാണ് ഞാൻ പുള്ളിയുടെ വർക്ക് വന്നത്. നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ ഒരു വീഡിയോ ചെയ്യുമല്ലോ, പാട്ടിട്ടിട്ട് വീഡിയോ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് അവർ പറഞ്ഞാൽ അങ്ങനെയുള്ളത് പറ്റത്തില്ലെന്ന് പറഞ്ഞു, സ്വയം പാടണമെന്ന് പറഞ്ഞു. പാട്ടുകാരിയല്ലേ? പാട്ടുകാരിയാണോ? പാട്ടുകാരി എന്തെങ്കിലും വഴക്കുണ്ടോ ഇപ്പൊ? ഇല്ല ഇങ്ങനെയല്ല, വഴക്കല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കേണ്ടി വന്ന ചായക്കാശ് അതാണ് പറ്റി. 2 ചായ വാങ്ങി. കാരണം 20 രൂപ കൊടുക്കാന്ന് പറഞ്ഞ ചായ വാങ്ങി, പക്ഷെ പുള്ളിക്കാരി കൊടുത്തില്ല. അതിന്റെ ഒരു വഴക്കുണ്ട്. പറ. അല്ല ഇപ്പൊ ചേച്ചിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതൊരു അബദ്ധമായി പോയെന്ന് തോന്നിയാ?
ഇപ്പൊ ഇല്ല. ചേച്ചി ഒരു ഇന്റർവ്യൂല് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നമ്മള് സത്യാവസ്ഥ പറഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായി, എന്നെ ഉൾക്കൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കൂട്ടുകാരും എന്റെ വീട്ടുകാരും അബദ്ധം പറ്റിയല്ലേ, അബദ്ധത്തിൽ പോയതല്ലേ, ഇത് കണ്ടുകൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി പോയതാണെന്ന് ആരും പറയത്തില്ല. ഓക്കെ, ഇപ്പൊ അങ്ങനെ പറഞ്ഞല്ലോ, അബദ്ധത്തിൽ ചെന്ന് പെട്ടതാണെന്ന് വീട്ടുകാർ നാട്ടുകാർ എല്ലാരും പറഞ്ഞു. വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ അവര് പറയുന്നത്? ഇപ്പൊ നമ്മൾ മോശമായിട്ട് ചെയ്യുന്നില്ലല്ലോ, നല്ല കണ്ടന്റ് ചെയ്യുക. ഞാൻ പുള്ളോട് നേരിട്ട് പറഞ്ഞല്ലോ, നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഓരോ സിനിമയുടെ ഭാഗങ്ങൾ നമ്മൾ എടുത്ത് ചെയ്യുന്നില്ല, എത്രയോ പേര് ചെയ്യുന്നുണ്ട്. പാട്ടായിട്ടും അല്ലെങ്കിൽ നമ്മളെ കഴിവുകളുള്ള കോമഡി പരമായിട്ടുള്ള രീതികൾ കാണിച്ചാൽ ഈ ഫീൽഡിൽ നിന്നാലും നമുക്ക് ഒരു പക്ഷേങ്കിൽ പലരും പറയുന്നുണ്ട് സിനിമാകാരി വെറുക്കും, അങ്ങനെ വെറുക്കും. എന്തുകൊണ്ടാ തെറ്റ് കാണിക്കാൻ പാടില്ല. ഇവര് ചെയ്ത മാതിരി ലിപ്ടോക്കോ മറ്റേതോ മറ്റൊന്നും ചെയ്യാൻ ടിക്ടോക്കോ ലിപ്ലോക്ക്. ഓ ശരി, നമുക്ക് അവസരങ്ങൾ വരും. നമ്മളൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗം എടുത്ത് ഒരു അക്ഷരം തെറ്റാതെ നമ്മളൊന്ന് അഭിനയിച്ച് നോക്കി പലരും കണ്ടിട്ടുണ്ടല്ലോ. സുനിത അത് തെറ്റാണ് പറഞ്ഞത്. അതിനെ കുറിച്ചൊരു വാക്ക് പറയും. സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് അല്ലേ? കാരണം ഇതിനു വേണ്ടി ഇന്നും എൻ്റെ സുഹൃത്ത്, ഞാൻ പേര് പറയുന്നില്ല, ഒരു കഥ എഴുതി വെച്ചിട്ട് പുള്ളി കയറി ചെല്ലാത്ത സ്ഥലങ്ങളില്ല. എത്ര പേരെടുത്ത് ചെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഈ കഥ അഭിനയിക്കാൻ താല്പര്യമായിട്ട് മരണം വരെ നടക്കുന്ന ആൾക്കാരുണ്ട്. മിമിക്രിയിൽ എന്തെങ്കിലും ആവുന്നവർ നടക്കുന്നവരുണ്ട്. ഒന്നും ആയിത്തീരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിൽക്കുന്ന ഒരു ആഗ്രഹം കൊണ്ട് നിൽക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു കലാകാരനായിരുന്നു. അത്യാവശ്യം ചാനലിലേക്ക് വരാൻ ദൈവാനുഗ്രഹം മണിച്ചേട്ടനൊക്കെ അവതരിപ്പിക്കൽ ഭാഗ്യം കിട്ടുന്നത്. പക്ഷെ ഒരു 10 പേര് പോലും എന്നെ തിരിച്ചറിയില്ലായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് എന്നെ തിരിച്ചറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 10,000 ആൾക്കാർ കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ കലാകാരനാണെന്ന് പറഞ്ഞല്ലോ, ആ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ പ്രസന്റ് ആയിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ലൈവായിട്ട് നിൽക്കാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. എത്ര ചാനലിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചാനലിൽ നിന്ന് സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ ചാനലിന്റെ പേര് പറയല, ഞാൻ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ എന്റെ സ്കിറ്റ് അടിപൊളിയായിരുന്നു. അത് അവിടെ നിന്ന് എല്ലാവരും ചിരിച്ചു. പക്ഷെ അടുത്തതിൽ നോക്കാന്ന് പറയും. അപ്പൊ എനിക്കൊരു വിഷമം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നൊരു ഒരു പ്രായമായ ഒരു ചേച്ചി വന്നിട്ട് എന്തോ കാഴ്ചപ്പാട് സെലക്ട് എന്ന് പറഞ്ഞ് എഴുതിട്ടു. അപ്പൊ നമ്മളൊരു കലാകാരനിൽ സപ്പോർട്ട് തരുമ്പോഴല്ലേ നമ്മള് മുന്നോട്ട് പോകണം. ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാമിലും മറ്റേതിലും ഇതുപോലത്തെ കണ്ടന്റ്സ് ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഇതുപോലത്തെ ഇപ്പൊ കലാകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, പലരെയും അനുകരിക്കുന്നുണ്ട്. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ അതുപോലത്തെ കലാകാരന്മാരല്ലേ ഇതുപോലത്തെ. ഇല്ല അത് ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇല്ല അതായിക്കോട്ടെ, സപ്പോർട്ട് അല്ലെങ്കിൽ വേണ്ട. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ കലാകാരൻ എന്ന് പറഞ്ഞ നടന്നു കഴിഞ്ഞാണല്ലോ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് അതിന്റെ സന്തോഷം വേറെ തന്നെയാണ്. ഈ അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. ഇപ്പൊ ചേട്ടൻ ചാനലിന്റെ കേസ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എനിക്കറിയാം, ഞാനും ഉണ്ടായിരുന്ന ഞാനും ഇതുപോലെ പല ചാനലിലും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം എനിക്കറിയാം, ചേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ അവിടെ അവസരം കിട്ടാതെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ നമുക്ക് എന്തെല്ലാം വഴികളുണ്ട്. ഇപ്പൊ ചേട്ടന് നല്ലൊരു അവസരം കിട്ടുമോ? ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന റീൽസ് കാര്യങ്ങൾ ഇതെല്ലാം വെച്ച് സിനിമയാണ് ലക്ഷ്യമെങ്കിൽ കിട്ടും എന്ന് ഉറപ്പാണ്. എനിക്ക് അവസരം തന്ന, ഇത് കാണുന്ന ആരെങ്കിലും ഒരു അവസരം തന്ന തീർച്ചയായിട്ടും നമ്മള് ഇതുപോലത്തെ പരിപാടികൾ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും ഒരു സാധനം, ഇപ്പൊ ഞാനും അത്യാവശ്യം കുറച്ച് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. നമ്മളായാലും ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണോ എന്ന് എത്ര തവണ നോക്കി. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഇതില് എനിക്കൊരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം തോന്നിയിട്ടില്ല. ജസ്റ്റ് ശരിക്കും നമ്മളൊരാള് ഈ 2 തരത്തിൽ നമുക്ക് എന്താ പറയാ ഫേമസ് ആവാൻ പറ്റും. ഒന്ന് നെഗറ്റീവായിട്ടും ഒന്ന് പോസിറ്റീവായിട്ടും. പക്ഷെ നിങ്ങള് നെഗറ്റീവായിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാനാ നോക്കുന്നേ. അത് നമ്മള് കോമാളി ആയിക്കൊണ്ടിരിക്കുവല്ലേ. ഞാൻ പുതിയതായിട്ട് വന്ന ആളാണ്. പക്ഷെ ഞാൻ വന്നപ്പോൾ വീഡിയോസ് കാര്യങ്ങൾ എല്ലാം പോസിറ്റീവായിട്ടും നല്ല ആക്റ്റീവായിട്ടും. കാരണം ഞാൻ വീഡിയോസ് എൻ്റെ അക്കൗണ്ടിൽ ചെയ്തിരുന്നു. ഞാൻ സ്റ്റാറ്റസ് നമ്മളെ ഫാമിലി മക്കൾ അപ്പോൾ നമ്മളെ നാടൊക്കെ കീപ്പ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇയാൾ എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയിട്ട് ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, സിനിമകൾ ചെയ്യണ പോലെ അതനുസരിച്ചിട്ട് നീ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വന്നപ്പോഴും തന്നെ അതേ ആ ഒരു ഇതിലനുസരിച്ച് പോസിറ്റീവായിട്ട് ആക്റ്റീവായിട്ടുള്ള വീഡിയോസ് റീൽസും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് എനിക്ക് നല്ല അഭിപ്രായം. എൻ്റെ കാര്യട്ടാ, മറ്റുള്ളവരെ കാഴ്ചപ്പാടിൽ അതെങ്ങനെയാന്ന് എനിക്ക് ഈ നെഗറ്റീവ് ഇപ്പം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. നമ്മളും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പൊ നെഗറ്റീവാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നേ, കൂടുതൽ ആളുകൾ കാണുന്നത്. ഇതെല്ലാം ഓക്കെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് തന്നെ വേറൊരു സിനിമയിലൊക്കെ ചെറുതായിട്ട് നിങ്ങളെ പോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പുള്ളിക്കാരിനെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനൊരു
സാഹചര്യം ഉണ്ടായി. ആ ഒരു ടൈമിൽ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, അഭിലാഷ് അട്ടായത്തിന്റെ കൂടെ വീഡിയോ ചെയ്തു എന്ന പേരുകൊണ്ട് പുള്ളിക്കാരിക്ക് അവസരം നഷ്ടപ്പെട്ടു. അത് പറയാനായിട്ടാണെങ്കിൽ എന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അഭിലാഷ് ഏട്ടൻ്റെ കൂടെ ഞാൻ ലിബ്ലോക്ക് വൈറലായല്ലോ. അതിനുശേഷം ഞാൻ 6 പടം ചെയ്തു. അതിലെ പടം റെഹ്റാം ഇപ്പോൾ റിലീസായിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചുമ്മാതാ. കഴിവുള്ള വ്യക്തികളെ ഏത് സിനിമയിലായാലും സീരിയലിലായാലും വിളിക്കും. ഇപ്പോൾ എനിക്കൊരു കഴിവുണ്ടെങ്കിൽ അത് ഡാൻസിനായാലും പാട്ടിനായാലും അഭിനയിക്കാനുള്ള കഴിവുണ്ടെങ്കിലും അത് നമ്മളെ തേടിയെത്തും. അത് അഭിലാഷ് ഏട്ടൻ്റെ കൂടെ ചെയ്താലും അലൻ പെരേര ജോസിൻ്റെ കൂടെ ചെയ്താലും, അലൻ്റെ കൂടെയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവരോട് ചെയ്തെന്നും പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയിട്ടില്ല ഇതുവരെ, സിനിമയിലും സീരിയലിലും ഒന്നിലും. ഇപ്പോൾ എനിക്ക് അവസരങ്ങൾ കൂടി കൂടി വരിക. ഇപ്പോൾ ഞാൻ എൻ്റെ സിനിമ ഇപ്പോൾ റെഹ്റാം റിലീസായിക്കൊണ്ടിരിക്കുക, അത് ഈ ഡാൻസാണ് ഞാൻ. അപ്പോഴും 6 or 7 സിനിമ ഞാനിപ്പം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൽ ജഗദമ്മ 7ാം ക്ലാസ് B, കൊണ്ടൽ, മുറ, ഇതിലെല്ലാം ഞാനുണ്ട്. അതൊക്കെ ചുമ്മാതൊരു തെറ്റിദ്ധാരണ മാത്രം. ഇനി അതും കൂടെ പറഞ്ഞോണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് ഒരു കണ്ടന്റ് ചെയ്താലും അവരതിൻ്റെ അടിയിൽ വന്ന് വെടിയുന്ന സംബോധന ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ നെഗറ്റീവ് ഇട്ടിരിക്കും. അത് നെഗറ്റീവ് ഇടുന്ന ഒരു ആൾക്കാരുടെ ഒരു നെഗറ്റീവ് ഇട്ടുകൊണ്ടേ ഇരിക്കും. പക്ഷെ നമ്മളതൊക്കെ പിന്നെ ആ മൈൻഡിൽ തന്നെ വിട്ടേക്കുവോ. ഇപ്പം അഭിലാഷേന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു 1-2 ദിവസമായിട്ട് നല്ല കുറച്ച് വീഡിയോസ് വന്നു തുടങ്ങി. ചേട്ടൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ? ചേട്ടൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ? അതുപോലെ കണ്ടിന്യൂ ചെയ്താൽ പോരെ? ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എല്ലാവരും തള്ളാണോന്ന് എനിക്കറിയില്ല എന്ന് പറയാം. ഞാൻ അങ്ങനെയുള്ള വീഡിയോ ഉദ്ദേശിച്ച് തന്നെയാണ് ഇതിന്റെ ഇടയ്ക്ക് വന്നത് ചോദിച്ചത്. അല്ലാതെ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോ ഞാൻ സത്യമായിട്ടും ഞാൻ കണ്ടിട്ടുമില്ല, എനിക്കിതിനെ പറ്റി അറിയത്തില്ല. പിന്നെ എന്തിനാ ചേച്ചി എടുത്ത് പൊക്കാൻ വേണ്ടിട്ടൊക്കെ നിന്ന് കൊടുക്കുന്നേ? പക്ഷേ ഈ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു ഞാനും കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ആളാണെന്ന്. പക്ഷേ ഞാനാണ് ഇപ്പം ഈ ചേട്ടന്റെ കൂടെ ആയിക്കോട്ടെ വേറെ ആരുടെ കൂടെ ആയിക്കോട്ടെ ചെല്ലുന്നു ഇങ്ങനെ വീഡിയോ ചെയ്യുവാണെങ്കിൽ അങ്ങനെ പൊക്കുന്ന ടൈമിൽ എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ മൊമെന്റില് വിട് നിർത്തുന്നു പറയാം. ചേച്ചി അതില് ഇറങ്ങാൻ നോക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ചേച്ചി ഫേസ് കൊണ്ട് ഇങ്ങനെ ചെല്ലുമായിരുന്നു. ചേച്ചി ഫേസ് കൊണ്ട് ഇങ്ങനെ ചെല്ലുമായിരുന്നു. അല്ല പുള്ളിയാണ് ചേച്ചിനെ താഴ്ത്തിറക്കിയത്. ഇല്ല, ഇപ്പൊ നമുക്കൊരു കണ്ടന്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഈ വീഡിയോ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാം. ഇല്ലെന്ന് പറയുന്നു മീഡിയക്കാരൊന്നും പറയുന്നില്ല. അല്ല ചേട്ടൻ ഈ എല്ലാവരും എടുത്ത് പൊക്കുന്ന എന്തിനാ ചേട്ടാ? അല്ല ഈ എല്ലാവരും അല്ല ഈ മാവില്ലാത്തടത്തും പോയി ചേട്ടൻ പൊക്കുന്നുണ്ടായിരുന്നു. അല്ല എല്ലായിടത്തും മാവുണ്ടോ? എല്ലായിടത്തും മാവുണ്ട്. മാവുള്ളിടത്തേ ഷൂട്ട് ചെയ്യാറുള്ളൂ. അല്ല ഇവര് പൊക്കാണ്ടിരിക്കുമ്പോ ഒരു വീഡിയോയില് ഞാൻ 1-2 വീഡിയോയില് കണ്ടിട്ടുണ്ട്. ചേച്ചീനെ പൊക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ നടന്നില്ല. മോശമായ കമന്റ് വരാൻ ഞാൻ ആവശ്യം തന്നെയാണ്. വരുമ്പോഴും നമ്മള് തീരുമാനിക്കണം. ഇല്ല, നമ്മള് ഇപ്പൊ അഭിലാഷേട്ടൻ നമ്മളെ വിളിക്കുന്നു, അപ്പോഴേ എന്നെ വിളിച്ചു അല്ലെങ്കിൽ എന്നെ വിളിച്ചു, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ മീഡിയക്കാര് അത് നമ്മളെ അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയത്തില്ല. അവര് പറയും കണ്ടന്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളത് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട, നമുക്കതിന് താല്പര്യമില്ലെന്ന് പറയണം. ഇപ്പൊ ഇവരെ രണ്ടുപേരെയും വിളിക്കുമ്പോൾ ഇങ്ങനെ പൊക്കുമ്പോ എന്നെ അങ്ങനെ 2ാമത്തെ വീഡിയോയിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഒറ്റ ചാനലിൽ അബദ്ധം പറ്റി, 2ാമത്തെ ചാനലിൽ അബദ്ധം പറ്റരുത്. അല്ല നിങ്ങൾ ചെയ്യുന്നത് എന്താ പറയാ, നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു യൂണിവേഴ്സ് ഉണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്.
അതൊരു വലിയ യൂണിവേഴ്സാ. യൂണിവേഴ്സാണ്. അതിൽ എത്തിപ്പെടാൻ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പറ്റില്ല. പറ്റില്ല എന്ന് മാത്രമല്ല താല്പര്യമില്ല. ആപ്ലിക്കേഷൻ ഉണ്ട്, താല്പര്യമില്ല. താല്പര്യമുണ്ട്, പക്ഷെ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കണം. മനസ്സിലായോ? താല്പര്യമില്ല. നിങ്ങള് ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ സോഷ്യൽ മീഡിയ യൂസ് ആക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മെസ്സേജ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ വീഡിയോ മാത്രമാണ് ഈ കാണുന്നത്. ആരെയും കൊച്ചിന് ഫോൺ കൊടുക്കാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കട്ടെ, കൊച്ചു കുട്ടിക്ക് ഫോൺ കൊടുത്ത് നിലത്ത് വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോയെന്ന് ഇൻസ്റ്റഗ്രാം ഉണ്ടെന്ന് പറഞ്ഞതാരാ? ഈ കൊച്ച് കൈ തെന്നി പോയി കഴിഞ്ഞാൽ ചാടി കഴിഞ്ഞാൽ കൊച്ചിനെ ആ പിതാവിട്ട് ചവിട്ടില്ലേ? കൊച്ചിന്റെ കാര്യമല്ല ചോദിച്ചത്, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? സാധാരണഗതിയിൽ പണ്ടൊക്കെ നമ്മൾ പറയുന്നത് ഫേസ്ബുക്ക് നമ്മുടെ കുട്ടികൾ യൂസ് ആക്കില്ല, കാരണം അതിന് അമ്മമാര് ആന്റിമാരെന്നാണ് നമ്മൾ പറയാറ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞപ്പോ ഇൻസ്റ്റഗ്രാമിലും നിങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് കുട്ടികൾ. അപ്പൊ എന്ത് സന്ദേശമാണ് കൊടുക്കണേ? എന്ത് സന്ദേശം? അപ്പൊ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ നിങ്ങൾ ഇത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല പരിപാടികൾ കാണുമ്പോൾ നിങ്ങൾ തെറി വിളിക്കുന്നുണ്ട്, കിട്ടിക്കഴിഞ്ഞാൽ ഇടിക്കും കുത്തും ഞെക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വായ അടച്ചു വെക്കുന്നത് പറഞ്ഞു തീർത്തെ. അപ്പൊ ഞാൻ ഈ ആലുവ അമ്പലം അറിയും, കാരണം ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുത്തിന് കമന്റ് ഇട്ടു. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചു, ഈ ആലുവ അമ്പലത്തിന്റെ അടുത്തൊരു ഭയങ്കര പാലമുണ്ട്. ഈ പാലത്തിന്റെ അവിടെ പാർക്കിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ചെറിയ പിള്ളേര് മുട്ടയെന്ന് പോലും വിരിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അവരെ കൊണ്ടുവന്ന് നടത്തുന്ന പരിപാടികൾ ഞങ്ങൾ കാണാറുണ്ട് ഷൂട്ടിങ്ങിന് മുമ്പ്. മറൈൻ ഡ്രൈവ് പോയി ഇതിലപ്പുറം കാണുന്നുണ്ട്. ഇതൊക്കെ ആളുകൾ കാണുന്നതല്ലേ? ഈ പറയുന്ന പിള്ളേരെല്ലാം വന്ന് പല പരിപാടിയും നടത്തും. ഇതൊന്നും ചോദ്യം ചെയ്യാനോ ഇതിനൊരു ഒരു മറൈൻ ഡ്രൈവിലെന്ത് പോലീസുകാർ ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെയുള്ള പിള്ളേര് എറിഞ്ഞു ഓടിച്ചു പോടാന്ന് പറഞ്ഞു. അപ്പൊ അത്ര ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ കാരണമാണോ? അത് പറ, ഞങ്ങൾ കാരണമാണോ? ഇന്നാളൊരു അമ്മ പ്രൈവസി അല്ല, അവരുടെ പ്രൈവസി അവർ പബ്ലിക്കായിട്ട് കാണിക്കുന്നത്. ചിലർക്ക് എന്താ പറയാ, ഇപ്പൊ എന്താ ഈ പുറം രാജ്യങ്ങളിലൊക്കെ പലതും കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആർക്ക് സദാചാരം, ചേട്ടാ സദാചാരം കാണിക്കാനുള്ള അധികാരം ആർക്കും ഇല്ല. നമ്മൾക്കൊരു മാനേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളത് കാണിക്കില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് അല്ല, നിങ്ങൾ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നെറ്റ് തീർക്കേണ്ട ആവശ്യമുണ്ടോ? എത്ര തവണ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്താൽ പോലും നിങ്ങളുടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ വന്നുകൊണ്ടിരിക്കും. നമ്മൾ നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് നിങ്ങളുടെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് ആക്കിയതിൽ എത്ര മീഡിയാസ് ഞങ്ങൾ ബ്ലോക്ക് ആക്കും? എത്ര ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും? എത്ര മീഡിയാസ്, എത്ര ചാനൽസ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും? നിങ്ങളെ അല്ലല്ലോ എന്റെ പൊന്നു ചേട്ടാ, ഈ കേരള ജനത മുഴുവൻ അതിന് താഴെ വന്നിടുന്ന കമന്റ്സിൽ പലതും ഇത് എത്ര തവണ ബ്ലോക്ക് ചെയ്താലും നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്താലും ഇത് തന്നെയാ വരുന്നേന്നാ. എല്ലാരും പറയുന്നില്ല, നമ്മളെ എല്ലാരും നെഗറ്റീവ് ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്നെ കൊട്ടാരക്കര വെച്ചൊരു ഞാൻ ജ്യൂസ് കുടിച്ചോണ്ടിരുന്നപ്പോ ഒരു ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് വന്ന്, മോളെ ഇങ്ങനെയുള്ള വീഡിയോ തന്നെ ചെയ്യണം, എനിക്കിഷ്ടമാണ്, ഞാൻ നല്ല ലൈക്കും കമന്റും ചെയ്യുന്നത്. എല്ലാരും നെഗറ്റീവ് പറയും. അത് ചിലപ്പോ നിങ്ങളുടെ യൂണിവേഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ള ആളായിരിക്കും. ഏത് കടയിൽ ജ്യൂസ് കുടിച്ച്? ജ്യൂസ് ഏത് കടയിൽ നിന്ന് കുടിച്ച്? കൊട്ടാരക്കര. അതിനെ കുറിച്ച് പറ സുനി. നമ്മള് രണ്ടാമത് പിന്നെ ഞാനും സുനിതയും കൂടെ വീഡിയോക്ക് വന്നു. അപ്പോഴും അഭിലാഷേട്ടൻ പറഞ്ഞ് അന്നേരം ഈ വയറും പുക്കളും കാണിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാ, അതുകൊണ്ട് ചെയ്യില്ലെന്ന് അഭിലാഷേട്ടൻ കാല് പിടിച്ച് പറഞ്ഞു. ആ അഭിലാഷേട്ടൻ തന്നെ അല്ലേ കുട്ടികൾക്ക് എന്തിനാ ഫോൺ കൊടുക്കുന്നതിന് കുറച്ചു നേരത്തെ ചോദിച്ചത്? ഇത് ചെയ്യരുതെന്ന് പറഞ്ഞോ? ഇത് ഉരുളരുത്. അല്ല, ചെയ്യില്ലെന്ന് പറഞ്ഞ കാരണമുണ്ട്. അല്ല, കാരണമുണ്ട്. ഈ രണ്ടാമ്പിള്ളേരില് ഇളയ മോന് ഇച്ചിരി ഷൗട്ട് ചെയ്യും. എനിക്ക് പറയണേക്ക് അല്ല, സത്യങ്ങൾ പറയണ്ടേ? അത് മാന്യതയല്ല, സത്യങ്ങൾ ജനങ്ങൾ അറിയണം. അപ്പോഴും അഭിലാഷേട്ടൻ എനിക്ക് സുനിത ഇവിടെ ഇരി, ഇന്റർവ്യൂ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അന്നേരം അവക്ക് 2 ആമ്പിള്ളേരുണ്ട്. ചേച്ചി നമ്മൾ നേരത്തെ പോലെ വാ ചേച്ചി വാ. ഞാൻ ഈ ചാനലിൽ തന്നെ വരുന്നില്ലെന്ന് തീർത്ത് എന്റെ കാര്യം നിങ്ങളുടെ കാര്യം നിങ്ങൾ സംസാരിക്കുക. പിന്നെ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഇന്റർവ്യൂവിന് വരേണ്ട കാര്യമില്ലായിരുന്നു. എന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ, നീ അവിടെ നിന്നുണ്ടെന്ന് സംസാരിച്ചോണ്ടേ
എന്തോ അഭിലാഷേട്ടൻ ഒറ്റയ്ക്ക് ഇന്റർവ്യൂ കുടുംബക്കാരും പറഞ്ഞല്ല. നിനക്ക് 2 ആൺപിള്ളേരുണ്ടെന്ന് പറഞ്ഞത് കുടുംബക്കാരിയാണ്. ഞാൻ പറഞ്ഞോളൂ മീഡിയയോട് എനിക്ക് ആ ശരി ഓക്കെ മേഡം. ആ ശരി അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ പറയാം. അവള് സംസാരിക്കട്ടെ. മാറ്. അയ്യോ ഇല്ല, നമ്മള് അപ്പൊ ഏറ്റവും അവസാനം ഞാനും സുചിത്ര മാത്രമായി അതല്ല, ഇന്റർവ്യൂ ആണെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ സംസാരിക്കണം ജനങ്ങളോട്. അത് പിള്ളേരുടെ ആയാലും ഹസ്ബൻഡിന്റെ ആയാലും. അപ്പൊ ഞങ്ങൾ തെറ്റായിട്ടല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്ത് കഴിയുമ്പോ ഡിലേറ്റ് ആക്കണം എന്ന് പറഞ്ഞു. ഡിലേറ്റ് ആക്കണം എന്ന് പറഞ്ഞു. ചരിത്രമല്ല സംസാരിക്കുന്നത്. ചരിത്രമല്ല. കുഞ്ഞുങ്ങളുണ്ടായിട്ട് അങ്ങനെ ചെയ്യില്ലെന്ന് അഭിലാഷം. എനിക്കത് വീണ്ടും എനിക്ക് മോശമല്ലേ വരുന്നത് നിങ്ങൾ ഞാൻ എന്നാ പറഞ്ഞത് അത് ചെയ്യണമെന്ന് പറഞ്ഞേ ആണോ ഇല്ലയോ? ഞാൻ പറയുന്നത് അഭിലാഷേട്ടനും കീപ്പേനും രണ്ടുപേരെയും നമുക്ക് കീപ്പ് ചെയ്ത് പോകണ്ടേ. അഭിലാഷേട്ടൻ മാത്രം കുറ്റക്കാരനായി നെഗറ്റീവായിട്ട് അഭിലാഷേട്ടൻ അത് ഫസ്റ്റ് അഭിലാഷേട്ടാ. ഞാൻ ചോദിക്കുന്നത് സത്യം പറയണം, സത്യം പറയണം. ഇവിടെ ഇത് അങ്ങോട്ടല്ല നോക്കേണ്ടത്. കാമുകിയാണ് അവിടെ ഇരിക്കുന്നത്. ഒരു കാര്യം അല്ല വഴക്ക് നിർത്ത് ഒറ്റ കാര്യം പറയാം. പെരേറിനെ കുറിച്ച് കാര്യം ശ്രദ്ധിച്ചേ. ചേട്ടാ ഒന്ന് കേറിയിരിക്കും. ഇത് എങ്ങോട്ടാ വരുന്നത്? അല്ല ഞാൻ